കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അസാധാരണമായ ഒരക്രമ സംഭവത്തിനാണ് ഇന്ന് നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചത്. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് നേരെ KSU യൂത്ത് കോൺഗ്രസ് നടത്തിയ ഗുണ്ടാസംഘം നടത്തിയ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ്. മാപ്പർഹിക്കാത്ത മഹാ അപരാധമാണ് യൂത്ത് കോൺഗ്രസ് KSU ഗുണ്ടാസംഘം ഇത് ചെയ്തത്. ഒരു വനിതയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ പൊതുസ്ഥലത്ത് വെച്ച് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് ബന്ദോബസ്ത് ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പരിക്കുകളില്ലാതെ അവർ ജീവൻ രക്ഷിക്കാനായത് എന്ന് കാണണം. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പാണ്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതേ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കകത്തേക്ക് ഇരച്ചുകയറി അവിടെ റീത്ത് വെച്ചു. ആ റീത്ത് വെച്ചതിൻ്റെ തുടർച്ചയായി ഇന്നിപ്പോൾ അവരെ തെരുവിൽ വെച്ച് കായികമായി ആക്രമിച്ചു. എങ്ങനെയാണ് ഒരു വനിതയെ മിനിമം റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാത്ത സംഘമാണ് യൂത്ത് കോൺഗ്രസും KSU എന്ന് കേരളത്തിന് നല്ല പരിചിതമാണ്. ഏതായാൽ തന്നെയും അതേ രീതി തന്നെ ഒരു മന്ത്രിയായിട്ട് പോലും ഒരു വനിതയായ വീണ ജോർജിന് നേരെ നടത്തിയിരിക്കുകയാണ്. അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിനെ ന്യായീകരിക്കുകയാണ് സാക്ഷാൽ ശ്രീ VD സതീശൻ. അക്രമികളെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. KPCCയുടെ പ്രസിഡന്റ് അതിന് തയ്യാറാകുന്നില്ല. അതിൻ്റെ അർത്ഥം KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാവും അറിഞ്ഞുകൊണ്ടാണ് ഈ ക്രൂരത അരങ്ങേറിയിരിക്കുന്നത്. അപ്പോൾ കേരളം ചിന്തിക്കേണ്ടത് ഈ ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം ശക്തികളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതില്ലേ എന്നതാണ്. DYFIയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഇത് സംബന്ധിച്ച് ഇതിനകം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായി ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. കോൺഗ്രസിനെ തുറന്നു കാണിക്കും. യൂത്ത് കോൺഗ്രസ് KSU അക്രമ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പ്രകോപിപ്പിച്ച് പരമാവധി തെരുവിലേക്ക് എത്തിക്കാനാണ്. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശ്രീ VD സതീശൻ്റെയും എല്ലാം അസംഖ്യം സ്ട്രാറ്റജികളിലൊരു സ്ട്രാറ്റജിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വളരെ ബോധപൂർവം അക്രമം നടത്തുന്നു, അങ്ങേയറ്റം പ്രകോപനം സൃഷ്ടിക്കുന്നു. എന്നിട്ടോ ആ നീചമായ അക്രമത്തിനെതിരെ സ്വാഭാവികമായ പ്രതിഷേധങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഏതായാലും ഇത് കേരളത്തിന് ഭൂഷണമല്ല. ശ്രീ VD സതീശൻ എന്തിനാണ് ഈ ജാഥ നയിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജാഥയിലുടനീളം അദ്ദേഹം അക്രമത്തെ പ്രേരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജാഥയിലുടനീളം അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലും അക്രമമാണ്, തെരുവിലും അക്രമമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന കാര്യം എന്താണ്? കേരളത്തിൽ നടക്കുന്ന പ്രചരണം എന്താണ്? ജനങ്ങളോട് അത് പലതവണ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം മൂല കാരണമായി പറയുന്നത് ഒരു ചികിത്സാ പിഴവുണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പിഴവുണ്ടായി. സർക്കാർ ആശുപത്രിയിലാണ് പിഴവുണ്ടായത്. ഞാൻ ഇവിടുത്തെ നിങ്ങൾ വിനയപൂർവ്വം മാധ്യമങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ എല്ലാം മാധ്യമ പ്രവർത്തനങ്ങൾക്കിടയിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നക്ഷത്ര പദവികളുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടില്ലേ? ചികിത്സാ പിഴവ് ബോധപൂർവ്വം ഉണ്ടാകുന്നതാണോ? ഇല്ല, പിഴവുണ്ടായാൽ ആ പിഴവുകൾ ഫിക്സ് ചെയ്ത് നടപടി സ്വീകരിക്കുന്നു. ആ നടപടിയിൽ എന്തെങ്കിലും അമാന്തം കാണിച്ചോ? ഒരമാന്തവും കാണിച്ചില്ല. ഇതിനിടയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ വന്നിട്ടുണ്ടല്ലോ, ഇതേ കാലയളവിൽ തന്നെ പിഴവുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ ആശുപത്രി മാർക്കറ്റിനെ, ഞാൻ അതിനെ പ്രത്യേകമായി കോട്ടാൻ അൺകൂട്ട് ചെയ്ത് പറയുകയാണ്, ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യത്തിന് പുറത്തുള്ള വൻകിട കമ്പനികൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിരവധി സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് കിംസ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൃശ്ശൂരിലെ ദയ, സബീൻ ഹോസ്പിറ്റൽ. ഇതിലെല്ലാം വലിയ മുൻനിര കമ്പനികൾ, ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെയുള്ള KKR, അതോടൊപ്പം തന്നെ മറ്റ് നിരവധി കമ്പനികൾ, ആ കമ്പനികൾ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത അന്താരാഷ്ട്ര മൾട്ടിനാഷണൽ കമ്പനികൾ, വൻ കുത്തകകൾ, എന്തിനാണ് പലതും ഈ പല കമ്പനികളുടെയും ബാക്ക്ഗ്രൗണ്ട് പോലും ഇതിൽ മാത്രം നിക്ഷേപിക്കുന്നവരല്ല, അവർ എവിടെ ലാഭം കിട്ടും അവിടെ നിക്ഷേപിക്കുന്നവരാണ്. അങ്ങനെ കോടികളാണ് നിക്ഷേപിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ ആശുപത്രികളിൽ കോടികൾ നിക്ഷേപിച്ച വിദേശ കുത്തകകൾക്ക് വേണ്ടിയിട്ടാണ്
യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ തകർക്കുക, അവിടെ നിന്നും ഭയചകിതരാക്കി പേഷ്യൻസിനെ പുറത്തേക്ക് ഇറക്കുക, എന്നിട്ടോ ഈ പറയുന്ന തങ്ങളുടെ ഈ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തെടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇത്തരം കുത്തകകളുടെ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിന് അവരുടെ നിഗൂഢമായ അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.